ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കബ്സ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ റെസിപ്പിയിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ പ്രഷർ കുക്കറിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബ്സ റെസിപ്പി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കബ്സ തയ്യാറാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. ഈ ഒരു കുക്കർ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറഞ്ഞ സ്പൈസീസ് ഒക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 കുരുമുളക്, ഒരു 5-8 കറാമ്പൂവ്, പിന്നെ കറാമ്പട്ട, ഇതുപോലത്തെ ഒരു 3 പീസസ്, പിന്നെ ഒരു 3-4 ഏലക്കായ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ച ഏലക്കായ ആണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കായ ആയിരിക്കും ബെറ്റർ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ബിരിയാണിക്കൊക്കെ വഴറ്റിയെടുക്കുന്നത് പോലെ ഒരുപാട് നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 ക്യൂബ് ചിക്കൻ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 പച്ചമുളക് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കബ്സ മസാല പൗഡർ ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഏത് അറബിക് സ്പൈസ് മസാല പൗഡർ ഉണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കുറച്ച് കളറും കിട്ടും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി നന്നായിട്ട് ജ്യൂസ് ആക്കി എടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല റെഡ് കളറിലുള്ള തക്കാളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളീൻ്റെ ഈ ഒരു എണ്ണമഴ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കന് ഏകദേശം കുറച്ച് വലിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കന് ഈ ഒരു മസാല കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോ അല്ലാന്നുണ്ടെങ്കിൽ 10 മിനിറ്റോ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു മസാലയിലും അതുപോലെ തന്നെ ഈ ഒരു ഓയിലൊക്കെ കിടന്നിട്ട് ഒരു 10 മിനിറ്റ് 2 സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ മാഗി ക്യൂബിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയതിന് ശേഷം കുറഞ്ഞ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇത് നമ്മൾ കബ്സ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ്സിന് 1.5 കപ്പ് രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു കബ്സ തയ്യാറാക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധം കേട്ടോ, എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഈ ഒരു കബ്സക്ക് കിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ 4 കപ്പ് റൈസാണ് എടുത്തത്. 4 കപ്പ് റൈസ് ഞാനൊരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതിലേക്കുള്ള ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് നോക്കിയിട്ട് പോരായി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്താണ് കുക്കറൊക്കെ മൂടി വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കർ തുറക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു 15 മിനിറ്റിൻ്റെ 1/2 മണിക്കൂറിൻ്റെ നടുക്കായിട്ട് മാത്രം കുക്കർ തുറക്കാം കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഈ റൈസും ചിക്കനും സെറ്റായിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ കുക്കറിൽ വെച്ചെന്ന് വെച്ചിട്ട് ഇതിൻ്റെ റൈസ് പൊടിഞ്ഞു പോവേ അങ്ങനെ ഒന്നും ചെയ്യില്ല. നമുക്ക് കറക്റ്റ് സൈസിൽ നീളത്തിൽ തന്നെ കിട്ടും കേട്ടോ.
അങ്ങനെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കബ്സൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.